നേഷൻസ് USA, UK, ഫ്രാൻസ്, ഇന്ത്യ. അതിൽ മൂന്നെണ്ണേ ഉള്ളൂ. ഇന്ത്യ തരത്തില്ല. ഇന്ത്യ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച് ലെജിസ്ലേച്ചർ എക്സിക്യൂട്ടീവ് തമ്മിൽ കമ്പയർ ചെയ്ത് എഴുതണം ചോദിച്ചാൽ കേട്ടോ. നിങ്ങളുടെ നോട്ട്സിനകത്തും അതില്ല. ഇപ്പോൾ ലെജിസ്ലേറ്റീവ് എക്സിക്യൂട്ടീവ് റിലേഷൻഷിപ്പ് ഇൻ മോഡേൺ സ്റ്റേറ്റ് ഈസ് ആൻ ഏരിയ ഓഫ് കോംപ്ലക്സിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി. അപ്പോൾ ഇന്ന് ആധുനിക രാഷ്ട്രങ്ങളിലെ എക്സിക്യൂട്ടീവ് ലെജിസ്ലേച്ചറും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് വളരെയധികം സങ്കീർണതകൾ, കോംപ്ലക്സിറ്റി നിറഞ്ഞതും അതുപോലെ തന്നെ ഡൈവേഴ്സിറ്റീസ്, വൈവിധ്യം നിറഞ്ഞതുമാണ്. ദ ടാസ്ക് ഓഫ് ലെജിസ്ലേച്ചർ ഈസ് ലെജിസ്ലേഷൻ വിച്ച് കനോട്ട് ബി പെർഫോംഡ് ഇൻ ഐസൊലേഷൻ. ഇപ്പോൾ ലെജിസ്ലേച്ചറിൻ്റെ റോൾ എന്താണ്? ലെജിസ്ലേച്ചർ ഈസ് ദ ലോ മേക്കിംഗ് ഓർഗൻ ഓഫ് ദി ഗവൺമെൻറ്. So here we can say that the legislature cannot perform their legislative function in an isolated manner. അപ്പോൾ ഒറ്റയ്ക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ലെജിസ്ലേച്ചറിന് അവരുടേതായിട്ടുള്ള ലോ മേക്കിംഗ് പ്രൊസീജിയർ ഒറ്റയ്ക്ക് പെർഫോം ചെയ്യാൻ കഴിയത്തില്ല. കാരണം നമ്മൾ കഴിഞ്ഞ വർഷം ഒരു ക്വസ്റ്റ്യൻ പഠിച്ചിട്ടുണ്ട്, ഡെലഗേറ്റഡ് ലെജിസ്ലേഷൻ എന്നും പറഞ്ഞു. അല്ലെങ്കിൽ അതിനെ നമ്മൾ മറ്റൊരു പേര് വിളിക്കും എക്സിക്യൂട്ടീവ് ലെജിസ്ലേഷൻ. അതായത് legislature is the law making organ of the government. So the legislature is not always in session. So when the absence of legislature, the executive has the power to make laws. That process is known as delegate legislation. അതായത് ലെജിസ്ലേച്ചർ എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും എന്ത് ചെയ്യത്തില്ല, പ്രവർത്തിക്കത്തില്ല. ആ സമ്മേളനങ്ങൾ വിളിച്ചു കൂട്ടുന്ന സമയത്ത് മാത്രമേ എന്താ ലെജിസ്ലേച്ചർ ഉണ്ടാവുള്ളൂ. പക്ഷേ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന പ്രൈം മിനിസ്റ്ററും അദ്ദേഹത്തിൻ്റെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും എല്ലായ്പ്പോഴും എന്താ ഫങ്ഷനിങ് ആണ്. അപ്പം ലെജിസ്ലേച്ചറിൻ്റെ ആബ്സൻസിയിൽ എക്സിക്യൂട്ടീവിന് എന്ത് ചെയ്യാൻ കഴിയും? ദേ ഹാവ് ദ പവർ ടു മേക്ക് ലോസ്. നിയമങ്ങൾ ഉണ്ടാക്കാനുള്ള അധികാരമുണ്ട്. ആ ഒരു പവറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താ, ഡെലഗേറ്റഡ് ലെജിസ്ലേഷൻ അഥവാ നിയുക്ത നിയമനിർമ്മാണം എന്ന് പറയും. അതായത് ലെജിസ്ലേച്ചറിൻ്റെ ആബ്സൻസിയിൽ എക്സിക്യൂട്ടീവ് എന്ത് ചെയ്യുന്നു? നിയമങ്ങൾ ഉണ്ടാക്കും. ഇവിടെ നമ്മൾ പറഞ്ഞത് അത് തന്നെയാണ്. ലെജിസ്ലേച്ചറിന് എല്ലായ്പ്പോഴും എന്ത് ചെയ്യാൻ കഴിയത്തില്ല, ഒറ്റയ്ക്ക് അവരുടെ ലോ മേക്കിംഗ് ഫംഗ്ഷൻ പെർഫോം ചെയ്യാൻ കഴിയത്തില്ല. സോ ലെജിസ്ലേച്ചർ എന്ന് പറയുന്നത് പ്രതിപക്ഷമാണ്. അല്ല, നിയമനിർമ്മാണ സഭയാണ്. ലോക്സഭയും രാജ്യസഭയും കൂടി ചേരുമ്പോഴാണ് ലെജിസ്ലേച്ചർ ആവുന്നത്. നമ്മുടെ MP-മാരാണ് ലെജിസ്ലേച്ചറിൻ്റെ ഭാഗം എന്ന് പറയുന്നത്. ഭരണപക്ഷം പ്രതിപക്ഷമുണ്ടത്, എല്ലാവരും അതിനകത്ത് വരാം. അപ്പോൾ ലെജിസ്ലേച്ചർ എപ്പോഴും സമ്മേളിക്കുന്നില്ല. അതായത് 360 ദിവസവും ലെജിസ്ലേച്ചർ സമ്മേളനം നടക്കത്തില്ല. പക്ഷേ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ക്യാബിനറ്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്താ ഫംഗ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ക്യാബിനറ്റിലെ അംഗങ്ങളെന്ന് പറയുന്നത് ലെജിസ്ലേച്ചറിലെ അംഗങ്ങളാണ്. പക്ഷേ എല്ലാ ലെജിസ്ലേച്ചർ അംഗങ്ങളും എവിടെ വരുന്നില്ല, ക്യാബിനറ്റിൽ വരാറില്ല. അപ്പോൾ MP-മാരെല്ലാവരും അതിനകത്ത് വരുന്നില്ല. അതിനകത്തൊരു 10-30 പേര് ചേർന്നിട്ട് ബോഡിയാണ് ക്യാബിനറ്റ് എന്ന് പറയുന്നത്. പക്ഷേ അവരെപ്പോഴും അതാണ് നമ്മൾ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, വൈസ് പ്രസിഡന്റ് ഇത്രയും ചേർന്നതാണ് എന്താ ക്യാബിനറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതാ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ആ എക്സിക്യൂട്ടീവിന് എന്ത് ചെയ്യാം, അവരെപ്പോഴും സമ്മേളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭരണപക്ഷത്തിലെ MP-മാരും എക്സിക്യൂട്ടീവിനകത്ത് വരുന്നില്ല. അല്ലല്ല, MP-മാരെല്ലാം എക്സിക്യൂട്ടീവ് വരുന്നില്ല. മന്ത്രിമാർ മാത്രമേ എക്സിക്യൂട്ടീവിൻ്റെ ഭാഗമാകുന്നുള്ളൂ. ബാക്കിയുള്ള ലെജിസ്ലേച്ചറിൻ്റെ ഭാഗമാണ്. അപ്പോൾ ലെജിസ്ലേച്ചറിൻ്റെ സമ്മേളിക്ക് ഇപ്പോൾ ന്യൂ സെഷൻ വരാം. ഇപ്പോൾ ഒരു പാർലമെൻറ്റ് പുതുതായിട്ട് വരുമ്പോൾ അതിൻ്റെ ഫസ്റ്റ് സമ്മേളനം നമ്മൾ വിളിക്കുന്നത് ന്യൂ സെഷൻ എന്ന് പറയും, ആദ്യ സമ്മേളനം. ദെൻ ന്യൂ ഇയർ സെഷൻ, ഒരു ഇയറിൻ്റെ ഓപ്പണിങ്ങിൽ. പിന്നെ വിൻ്റർ സെഷൻ, സമ്മർ സെഷൻ, അങ്ങനെ ഓരോ സെഷൻ. പിന്നെ അടിയന്തരമായിട്ട് എന്ത് ചെയ്യാം, ചിലപ്പോൾ വേണമെങ്കിൽ എന്ത് ചെയ്യാം, എന്തെങ്കിലും ഒരു ക്രൈസിസ് ഉണ്ടാകുന്നു, ആ സമയത്ത് എന്ത് ചെയ്യാം, വിളിച്ചു കൂട്ടാം. അല്ലാതെ ലെജിസ്ലേച്ചർ എപ്പോഴും സമ്മേളിക്കത്തില്ല. അപ്പോൾ ആ സമയത്ത് ലെജിസ്ലേച്ചറിൻ്റെ ആബ്സൻസി ഉണ്ടാകുമ്പോൾ എക്സിക്യൂട്ടീവ് എന്ത് ചെയ്യുന്നു, നിയമം ഉണ്ടാക്കും. അതിനെ നമ്മൾ ഡെഡിക്കേറ്റഡ് ലെജിസ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ തന്നെയാണ് പറയുന്നത്, ലെജിസ്ലേച്ചറിന് ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയത്തില്ല, അവരുടെ ലോ മേക്കിംഗ് ഫംഗ്ഷൻ ഒറ്റയ്ക്ക് പെർഫോം ചെയ്യാനായിട്ട് കഴിയത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും, ദ എക്സിക്യൂട്ടീവ് ഈസ് ദ ലീഡർ in strong government and legislature expresses governmental policy in weak government. ഒരു സ്ട്രോങ് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവിടെ എപ്പോഴും എക്സിക്യൂട്ടീവാണ് എന്ത് ചെയ്യുന്നത്, മുൻപന്തി നിൽക്കുന്നത്. എന്നാൽ ഒരു വീക്ക് ഗവൺമെൻറ് ആണെങ്കിൽ അവിടെ എന്ത് ചെയ്യുന്നു, ലെജിസ്ലേച്ചർ ആയിരിക്കും എന്ത് ചെയ്യുക, അവിടുത്തെ കാര്യങ്ങൾ നോക്കുന്നത്. സോ ബേസിക്കലി വി ക്യാൻ സേ ദാറ്റ് there are 3 types of executive legislative executive റിലേഷൻസ് ഇൻ എ ഡെമോക്രാറ്റിക് സ്റ്റേറ്റ്. അപ്പം പ്രധാനമായിട്ടും എന്തൊരു ജനാധിപത്യ വ്യവസ്ഥയിൽ 3 തരത്തിലുള്ള എന്താ എക്സിക്യൂട്ടീവ് ലെജിസ്ലേറ്റീവ് റിലേഷൻഷിപ്പാണ് എന്ത് ചെയ്യുന്നത്, നിലനിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നൊരാളുണ്ട്. സോ ദ ക്ലാസിഫിക്കേഷൻ ഈസ് ഗിവൺ ബൈ R.G. ന്യൂമാൻ. അദ്ദേഹത്തിൻ്റെ യൂറോപ്യൻ ആൻഡ് കമ്പാരിറ്റീവ് ഗവൺമെൻറ് എന്ന് പറയുന്ന പുസ്തകത്തിനകത്താണ്. ഇറ്റ് വാസ് പബ്ലിഷ് ഇൻ 1968. 1968 ഈ ബുക്ക് എന്ത് ചെയ്തത്, പബ്ലിഷ് ചെയ്ത്. അതിനകത്താണ് യൂറോപ്യൻ ആൻഡ് കമ്പാരിറ്റീവ് എന്ന് പറയുന്ന ഈ കമ്പാരിറ്റീവ് ഗവൺമെൻറ് എന്ന് പറയുന്ന ബുക്കിലാണ് എന്താ ബേസിക്കായിട്ടൊരു ഡെമോക്രാറ്റിക് സ്റ്റേറ്റിൽ
എക്സിക്യൂട്ടീവും ലെജിസ്ലേച്ചറും തമ്മിൽ 3 തരത്തിലുള്ള ബന്ധമുണ്ടെന്ന് ആര് പറയുന്നു? R.G. ന്യൂമാൻ അഭിപ്രായപ്പെടുന്നു. അപ്പോൾ അത് ഒന്നാമത്തേന്ന് പറയുന്നത് എക്സിക്യൂട്ടീവ് ലീഡർഷിപ്പാണ്, എക്സിക്യൂട്ടീവിൻ്റെ നേതൃത്വം. രണ്ടാമത്തേത് ചെക്സ് ആൻഡ് ബാലൻസസ്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. സെപ്പറേഷൻ ഓഫ് പവർ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ ഉള്ളൊരു അധികാരമാണ് എന്താ? ചെക്സ് ആൻഡ് ബാലൻസ്. ദ പവർ മസ്റ്റ് ബി ചെക്ക്ഡ് വിത്ത് പവർ. അതായത് ലെജിസ്ലേച്ചറിൻ്റെ അധികാരം ഉപയോഗിച്ച് എക്സിക്യൂട്ടീവിനെയും, എക്സിക്യൂട്ടീവിൻ്റെ അധികാരം ഉപയോഗിച്ച് ലെജിസ്ലേച്ചറിനെയും, ഇനി ഇവർക്ക് രണ്ടിനും എന്ത് ചെയ്യാൻ കഴിയും? ജുഡീഷ്യറിയെയും എന്ത് ചെയ്യാൻ കഴിയും? കൺട്രോൾ ചെയ്യാൻ കഴിയും. ആ ഒരു പ്രോസസ്സിനെ നമ്മൾ പറയുന്നത് എന്താ? ചെക്സ് ആൻഡ് ബാലൻസ്. ഇപ്പം ന്യൂമാൻ്റെ കാഴ്ചപ്പാടിൽ 3 തരം എക്സിക്യൂട്ടീവ് ലെജിസ്ലേറ്റീവ് റിലേഷൻഷിപ്പ് ഉണ്ടെന്നാണ് പറയുന്നത്. ഒന്നാമത്തത് എക്സിക്യൂട്ടീവ് ലീഡർഷിപ്പ്, രണ്ടാമത്തെ ചെക്സ് ആൻഡ് ബാലൻസസ്, മൂന്നാമത് ലെജിസ്ലേറ്റീവ് സൂപ്രമസി. ഒന്നാമത്തെ നമുക്ക് നോക്കാം. എക്സിക്യൂട്ടീവ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ദ ഫസ്റ്റ് ടൈപ്പ് ഈസ് ദ ബെസ്റ്റ് ഇല്ലുസ്ട്രേറ്റഡ് ഇൻ ദ ക്യാബിനറ്റ് സിസ്റ്റം ഓഫ് UK. അപ്പോൾ ഈ ആദ്യത്തെ എക്സിക്യൂട്ടീവ് ലീഡർഷിപ്പ് എന്ന് പറയുന്ന ഈ ഒരു റിലേഷൻ ആദ്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തത് ബ്രിട്ടനിലായിരുന്നു. കാരണം ബ്രിട്ടൻ്റെ പ്രത്യേകത നമുക്കറിയാം. ബ്രിട്ടൻ ഈസ് കൺസിഡേർഡ് ആസ് ദ മദർ ഓഫ് വേൾഡ് പാർലമെൻറ്റ് നമ്മൾ പറയുന്നത്. ലോക പാർലമെൻറ്റുകളുടെ മാതാവാണ് ഇതാ ബ്രിട്ടൻ. അപ്പോൾ അവിടെയാണ് എന്താ ഈ എക്സിക്യൂട്ടീവ് ലീഡർഷിപ്പ് എന്ന് പറയുന്ന ഈ ഒരു റിലേഷൻഷിപ്പ് ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്? കൊണ്ടുവരുന്നത്. വിച്ച് ഈസ് എക്സ്പോർട്ടഡ് ടു മെനി കൺട്രീസ്, പർട്ടിക്കുലർലി ടു കോമൺവെൽത്ത് കൺട്രീസ്. അതിനുശേഷം എന്ത് ചെയ്തു? മറ്റ് ലോകരാജ്യങ്ങളിലേക്ക്, പ്രത്യേകിച്ച് കോമൺവെൽത്ത് രാജ്യങ്ങൾ. അറിയാലോ കോമൺവെൽത്ത് രാജ്യം എന്ന് പറഞ്ഞാൽ ബ്രിട്ടൻ്റെ കോളനി ആയിരുന്ന എല്ലാ രാജ്യങ്ങളെയും കൂടി ചേർത്താണ് നമ്മൾ എന്താ കോമൺവെൽത്ത് കൺട്രീസ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം ഈ എക്സിക്യൂട്ടീവ് ലീഡർഷിപ്പ് എന്ന് പറയുന്ന സമ്പ്രദായം ആവിർഭവിച്ചത് ബ്രിട്ടനിലാണ്. പിന്നീട് എന്ത് ചെയ്തു? ലോകത്തിൻ്റെ മറ്റ് രാജ്യങ്ങളിലേക്ക്, പ്രത്യേകിച്ച് കോമൺവെൽത്ത് കൺട്രീസിലേക്ക് എന്ത് ചെയ്തു? വ്യാപിക്കുകയുണ്ടായി. ദ എക്സിക്യൂട്ടീവ് in this system make policies and programs that are prepared in the form of bills and presented before the parliament that may become the law of the state. അപ്പോൾ ഈ എക്സിക്യൂട്ടീവ് ലീഡർഷിപ്പിനകത്ത് നമ്മൾ പറയുന്നത് എന്താണ്? എക്സിക്യൂട്ടീവ് നിയമങ്ങളും പരിപാടികളും എന്ത് ചെയ്യുന്നു? ഉണ്ടാക്കുന്നു. അത് എന്തിൻ്റെ രൂപത്തിലാണ്? ദേ ആർ പ്രിപ്പയർഡ് ഓൺ ദ ബേസിസ് ഓഫ്, ഓർ ദേ ആർ പ്രിപ്പയർഡ് ഇൻ ദ ഫോം ഓഫ് ബിൽസ് ആൻഡ് ബിൽസ്. ഏത് രൂപത്തിൽ? ബില്ലുകളായിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്? പോളിസികൾ ഫോം ചെയ്യുന്നത്. അതിനുശേഷം എന്ത് ചെയ്യുന്നു? ദാറ്റ് മേ ബി പ്രസൻറ്റഡ് ബിഫോർ ദ പാർലമെൻറ്റ്. അത് പാർലമെൻറ്റ് മുമ്പാകെ എന്ത് ചെയ്യുന്നു? സമർപ്പിക്കുന്നു. അതിനുശേഷം അതെന്തായി മാറുന്നു? ദാറ്റ് ബിൽ ബിക്കം എ ലോ. നമ്മൾ ഇന്ത്യയുടെ ലോ മേക്കിംഗ് പ്രൊസീജിയർ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് റീഡിംഗ്, സെക്കൻഡ് റീഡിംഗ്, കമ്മിറ്റി സ്റ്റേജ്, റിപ്പോർട്ടിംഗ് സ്റ്റേജ്, തേർഡ് റീഡിംഗ്, കൺസെൻറ്റ് ഓഫ് ദ ഹെഡ്, ദെൻ ബിൽ ഇൻ ദ നെക്സ്റ്റ് ഹൗസ്, ദെൻ അവിടെയും ഈ പ്രൊസീജിയേഴ്സ് ഫസ്റ്റ് റീഡിംഗ്, സെക്കൻഡ് റീഡിംഗ് ഒക്കെ നടക്കുന്നു. ദെൻ ഫൈനലി അപ്രൂവൽ ഓഫ് ദി പ്രസിഡൻറ്റ്. അതാണ് നമ്മുടെ ഇന്ത്യയിൽ ലോ മേക്കിംഗ് പ്രൊസീജിയർ. അപ്പോൾ അത് തന്നെയാണ് എല്ലാ രാജ്യങ്ങളിലും എന്ത് ചെയ്യുന്നത്? നിലനിൽക്കുന്നത്. അപ്പോൾ ഒരു പോളിസീസും പ്രോഗ്രാംസും എന്തിൻ്റെ രൂപത്തിൽ? ബില്ലിൻ്റെ രൂപത്തിൽ പാർലമെൻറ്റ് മുമ്പാകെ എന്ത് ചെയ്യുന്നു? അവതരിപ്പിക്കുന്നു. അവതരിപ്പിച്ചതിന് ശേഷം എന്ത് ചെയ്യുന്നു? അത് നിയമമായിട്ട് എന്ത് ചെയ്യുന്നു? മാറുന്നു. സോ ദ എക്സിക്യൂട്ടീവ് സമൺസ്, പ്രൊറോഗ്സ് ആൻഡ് ഡിസോൾവ് ദ സെഷൻസ് ഓഫ് പാർലമെൻറ്റ്. എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ഈ ഒരു സമിതിയുടെ അധികാരം എന്ന് പറയുന്നത് ദേ ഹാവ് ദ പവർ ടു സമൺ ദ പാർലമെൻറ്റ്. പാർലമെൻറ്റ് വിളിച്ചു കൂട്ടാം. ദെൻ പ്രൊറോഗ് ദ പാർലമെൻറ്റ്. പാർലമെൻറ്റ് താൽക്കാലികമായിട്ട് എന്ത് ചെയ്യാം? നിർത്തിവെക്കാം. ദെൻ ഫൈനലി ദ പാർലമെൻറ്റ് ക്യാൻ ബി ഡിസോൾവ്. പാർലമെൻറ്റ് എന്ത് ചെയ്യാൻ കഴിയുന്നു? തിരിച്ചു. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ നമുക്ക് അറിയാം 2 സഭകളുണ്ട്. ഏതൊക്കെയാണ്? ലോക്സഭയും രാജ്യസഭയും. ലോക്സഭ ഇസ് ദ ലോവർ ചേംബർ ആൻഡ് രാജ്യസഭ ഇസ് ദ അപ്പർ ചേംബർ. സോ ഇൻ ഇന്ത്യ the president has the power to summon, prorogue both the houses. 2 സഭ എന്ത് ചെയ്യാൻ കഴിയും? വിളിച്ചു കൂട്ടാനും താൽക്കാലികമായി നിർത്തിവെക്കാനും അധികാരമുണ്ട്. ബട്ട് ദ പ്രസിഡന്റ് ഡസ് നോട്ട് ഹാവ് ദ പവർ ടു ഡിസോൾവ് ദ രാജ്യസഭ. രാജ്യസഭ എന്ത് ചെയ്യാനുള്ള അവകാശമില്ല? പിരിച്ചുവിടാനുള്ള അവകാശമില്ല. കാരണം രാജ്യസഭ ഇസ് ദ പെർമനൻറ്റ് ചേംബർ. ബൈ കോൺസ്റ്റിറ്റ്യൂഷണലി വി ക്യാൻ സേ ദാറ്റ് രാജ്യസഭ ഇസ് ദ പെർമനൻറ്റ് ചേംബർ. ആ രാജ്യസഭ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല? പിരിച്ചുവിടപ്പെടുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞതാണ് ഈ എക്സിക്യൂട്ടീവിൻ്റെ അധികാരമായിട്ട് നമുക്ക് പറയാം എന്താണ്? എക്സിക്യൂട്ടീവ് ഹാസ് ദ പവർ ടു സമൺ, പ്രൊറോഗ് ആൻഡ് ഡിസോൾവ് ദ സെഷൻസ് ഓഫ് പാർലമെൻറ്റ്. ദെൻ ഇറ്റ് അബോളിഷസ് അൺനെസസറി കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ലെജിസ്ലേറ്റീവ് ആൻഡ് എക്സിക്യൂട്ടീവ് ബ്രാഞ്ചസ് ഓഫ് ഗവൺമെൻറ്. ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ് ബ്രാഞ്ചസ് ഓഫ് ഗവൺമെൻറ്റുകൾ തമ്മിലുണ്ടാവുന്ന അനാവശ്യമായ തർക്കങ്ങൾക്ക് പരിഹാരം കാണാൻ ആർക്ക് കഴിയുന്നു? എക്സിക്യൂട്ടീവിന് കഴിയും. അപ്പോൾ 3 പ്രധാനപ്പെട്ട റോളാണ് നമുക്കിവിടെ പറയാൻ കഴിയുന്നത്. എക്സിക്യൂട്ടീവ് ഹാസ് ദ പവർ ടു present policies and programs in the form of bills which can become law. Then the executive summon, prorogue and dissolve the sessions of parliament. Then the
എക്സിക്യൂട്ടീവ് ക്യാൻ അബോളിഷസ് അൺനെസസറി കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ലെജിസ്ലേച്ചർ ആൻഡ് എക്സിക്യൂട്ടീവ്. ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും തമ്മിലുണ്ടാകുന്ന അനാവശ്യമായിട്ടുള്ള തർക്കങ്ങൾക്ക് എന്ത് ചെയ്യുന്നു? പരിഹാരവും കാണും. അടുത്ത ചെക്സ് ആൻഡ് ബാലൻസ് ആണ്. So the second type is represented by the presidentialism of USA, where the legislature is considered equal to the executive. ഈ ചെക്സ് ആൻഡ് ബാലൻസ് എന്ന് പറയുന്ന സമ്പ്രദായം അമേരിക്കൻ പ്രസിഡൻഷ്യൽ സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. അവിടെ എന്ത് ചെയ്യാൻ കഴിയുന്നു? ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും ഈക്വൽ ആണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താണ്? ദ പവർ ഓഫ് ലെജിസ്ലേച്ചർ ക്യാൻ ബി ചെക്ക്ഡ് ബൈ ദ പവർ ഓഫ് എക്സിക്യൂട്ടീവ്. എക്സിക്യൂട്ടീവിൻ്റെ പവർ ഉപയോഗിച്ചുകൊണ്ട് ലെജിസ്ലേച്ചറിനെ എന്ത് ചെയ്യാം? കൺട്രോൾ ചെയ്യാം. ലെജിസ്ലേച്ചറിൻ്റെ പവർ ഉപയോഗിച്ചുകൊണ്ട് എക്സിക്യൂട്ടീവിനെ എന്ത് ചെയ്യാം? കൺട്രോൾ ചെയ്യാം. അപ്പോൾ അതിനെ നമ്മൾ എന്ത് പറയാം? ചെക്സ് ആൻഡ് ബാലൻസ് എന്ന് പറയുന്നു. അപ്പോൾ ഇൻ ദിസ് സിസ്റ്റം US-ൽ മാത്രമേ ഉള്ളൂ. ഇൻ ദിസ് സിസ്റ്റം ദ ലെജിസ്ലേച്ചർ ആക്ട് ആസ് ആൻ ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ച് വിച്ച് ഈസ് കംപ്ലീറ്റ്ലി സെപ്പറേറ്റഡ് ഫ്രം ദി എക്സിക്യൂട്ടീവ്. ഈ ഒരു സമ്പ്രദായത്തിൽ ലെജിസ്ലേച്ചർ എന്തായി പ്രവർത്തിക്കുന്നു? ഒരു ഇൻഡിപെൻഡൻറ്റ് ഓർഗനായിട്ട് പ്രവർത്തിക്കുന്നു. അതായത് നമുക്കറിയാം അമേരിക്കയിലെ പ്രസിഡൻഷ്യൽ സിസ്റ്റമാണ്. പ്രസിഡൻറ്റിനെ നമ്മൾ അമേരിക്കൻ പ്രസിഡൻറ്റിനെ ഡയറക്റ്റ് ആയിട്ടാണ് തിരഞ്ഞെടുക്കുന്നത്. സോ ഹീ ഈസ് നോട്ട് റെസ്പോൺസിബിൾ ഫോർ ദ പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് ഓഫ് ലെജിസ്ലേച്ചർ. ലെജിസ്ലേച്ചറിൻ്റെ പോളിസിക്കും പ്രോഗ്രാംസിനോട് ഒരു റെസ്പോൺസിബിലിറ്റി ആർക്കില്ല? എക്സിക്യൂട്ടീവില്ല, അമേരിക്കൻ പ്രസിഡൻറ്റിനില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പറയുന്നത് എന്താണ്? ഇൻ ദ പ്രസിഡൻഷ്യൽ സിസ്റ്റം the legislature is acting as an independent branch of government and it is completely separated from the executive. ഇപ്പോൾ ലെജിസ്ലേച്ചർ എന്ന് പറയുന്നത് സ്വതന്ത്ര ഘടകമായിട്ട് പ്രവർത്തിക്കുന്നു. എക്സിക്യൂട്ടീവിൽ നിന്നും പൂർണ്ണമായിട്ട് എന്താ? സ്വതന്ത്രമാണ് എന്ന് പറയുന്നത് ലെജിസ്ലേച്ചർ എന്ന് പറയുന്നത്. ഇൻ ചെക്സ് ആൻഡ് ബാലൻസസ് ഈച്ച് ബ്രാഞ്ച് ഓഫ് ഗവൺമെൻറ് ആക്ട് ആസ് എ ചെക്ക് അപ്പോൺ ദി അതർ ബ്രാഞ്ച് ഓഫ് ഗവൺമെൻറ്. ഇപ്പോൾ ഈ ചെക്സ് ആൻഡ് ബാലൻസ് സമ്പ്രദായത്തിൽ ഓരോ ബ്രാഞ്ചസ് ഓഫ് ഗവൺമെൻറ്റും ഇപ്പോൾ ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും അവരെന്ത് ചെയ്യുന്നു? പരസ്പരം അവരുടെ അധികാരങ്ങളെ എന്ത് ചെയ്യുന്നു? ചെക്ക് ചെയ്യുന്നു. സോ ദാറ്റ് ക്യാൻ റിസൾട്ട്സ് എ ബാലൻസ് ബിറ്റ്വീൻ ദ ബ്രാഞ്ചസ് ഓഫ് ഗവൺമെൻറ്. സോ ദ പവർ മസ്റ്റ് ബി ചെക്ക്ഡ് വിത്ത് ദ പവർ. സോ ദർ അറൈസസ് എ ബാലൻസ് ബിറ്റ്വീൻ ദ എക്സിക്യൂട്ടീവ് ആൻഡ് ലെജിസ്ലേച്ചർ. ദെൻ തേർഡ് പോയിന്റ് ലെജിസ്ലേറ്റീവ് സൂപ്രമസി ആണ്. സോ in the third type, the legislative supremacy is obtained through its organization and committees. അപ്പോൾ ഇതിനകത്ത് വരുന്നത് എന്താണ്? ഈ ലെജിസ്ലേറ്റീവ് സൂപ്രമസി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് അവരുടെ ഓർഗനൈസേഷൻ്റെയും അതുപോലെ തന്നെ എന്താണ്? കമ്മിറ്റീസിൻ്റെയും അടിസ്ഥാനത്തിലാണ്. ഇൻ ദ ഫോർത്ത് റിപ്പബ്ലിക് ഓഫ് ഫ്രാൻസിൻ്റെ 4ാം റിപ്പബ്ലിക്കിനെ നമ്മൾ പറയുന്നത് നാഷണൽ അസംബ്ലി, അതായത് ഫ്രഞ്ച് പാർലമെൻറ്റ്. അപ്പോൾ അവിടെ ആ ഫ്രഞ്ച് പാർലമെൻറ്റ് ആയിരുന്നു എന്താണ്? ഡോമിനേഷൻ എന്ന് പറയപ്പെടുന്നത്. ദെൻ ഇൻ ദ ഫിഫ്ത്ത് റിപ്പബ്ലിക് ആൾസോ ദ ലെജിസ്ലേച്ചർ ഹാസ് ബീൻ ഫ്ലിപ്ഡ് വിത്ത് ദ എക്സിക്യൂട്ടീവ് ലീഡർഷിപ്പ്. ഇപ്പോൾ ഫിഫ്ത്ത് റിപ്പബ്ലിക്കിൽ എന്താണ്? ആ ലെജിസ്ലേച്ചർ എക്സിക്യൂട്ടീവ് ലീഡർഷിപ്പിനെ എന്ത് ചെയ്യാൻ കഴിയുന്നു? കൺട്രോൾ ചെയ്യാൻ കഴിയുന്നു. ഇപ്പോൾ ഈ 3 പോയിൻ്റാണ് എന്താ? ബേസിക് ആയിട്ട് നമുക്ക് പറയാം എന്താ ഒരു ലെജിസ്ലേച്ചർ എക്സിക്യൂട്ടീവ് ലീഡർഷിപ്പിൽ വേണം. ഇത് UK-ൽ, ഇത് US-ൽ, ഇത് ഫ്രാൻസിൽ. ഈ 3 കൺട്രീസിലേ ഉള്ളൂ ഈ ഒരു പ്രത്യേകത. ഈ 3 കൺട്രീസിലാണ് ഇത് വരുന്നതാണ്. ബ്രിട്ടനിലാണ് എക്സിക്യൂട്ടീവ് ലീഡർഷിപ്പ് ആദ്യം എസ്റ്റാബ്ലിഷ് ആകുന്നത്. ദെൻ ചെക്സ് ആൻഡ് ബാലൻസ് അമേരിക്കയിൽ. ദെൻ ഈ ലെജിസ്ലേച്ചറിൻ്റെ സൂപ്രമസി കാണിക്കുന്ന എവിടെയാണ്? ഫ്രഞ്ച് പാർലമെൻറ്റിൽ നാഷണൽ അസംബ്ലി ആയിരുന്നു ആദ്യം വരുന്നത്. ഇനി നമുക്ക് ഓരോ സ്ഥലത്തെയും നോക്കണം. അപ്പോൾ ആദ്യം ബ്രിട്ടനിലാണ് ദ എക്സിക്യൂട്ടീവ് ലെജിസ്ലേറ്റീവ് ലീഡർഷിപ്പ് റിലേഷൻ ഇൻ ബ്രിട്ടൻ. ഇത്ര രസമാണ്. ഇത് വേണമെങ്കിൽ എന്ത് ചെയ്യാം? എസ്സേ ചോദിക്കില്ല, ഷോർട്ട് നോട്ടായിട്ടേ വരത്തുള്ളൂ. ഇത് പിന്നെ ഇതും സെപ്പറേറ്റ് ആണ്. ഇത് വെച്ചാൽ ഇപ്പോൾ കോമൺ ഫീച്ചേഴ്സാണ് ഈ പറഞ്ഞ 3. ഇനി നമ്മൾ ഓരോരുത്തരത്തെ നോക്കുന്നത്.